എൻ്റെ അമ്മ ഇന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇതൊന്നും എനിക്ക് പറ്റുന്ന പണിയല്ലെന്ന്. ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ അമ്മയുടെ പക്ഷത്താണെങ്കിലും എനിക്കങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ചെടി പോലും മര്യാദയ്ക്ക് വളർത്താതെ ഞാൻ കൃഷി ചെയ്യാൻ പോവുക. ഒരു ചെറിയ കൃഷി തുടങ്ങാനുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. കൃഷി ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ കുറേ ഇങ്ങനെ ആരോടെങ്കിലും ചോദിക്കുമോ അല്ലെങ്കിൽ യൂട്യൂബിൽ പിന്നെ നോക്കാം. ജെമിനിയോട് ഇനിയും ചോദിക്കണ്ട, ജെമിനി വിഷയം. എയും യൂട്യൂബും കൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കിട്ടാത്ത കാരണം ഞാൻ വേറൊരു കാര്യം ചെയ്തു. നേരെ കുട്ടനാട്ടിൽ പോയിട്ട് അവിടെ പരിചയമുള്ളവരോടെല്ലാവരോടും ഞാൻ കൃഷി എങ്ങനെ ചെയ്ത് തുടങ്ങണ്ടേന്ന് ചോദിച്ചു. ഒരു കുട്ടനാട്ടുകാരൻ എന്ന നിലയിൽ ചെടി വെച്ച് കിളിപ്പിക്കുന്നതിനെ കുറിച്ച് എങ്ങനെ അത് തുടങ്ങണമെന്നാണ് മാധവൻ്റെ അഭിപ്രായം. ചെറുക്കൻ പറയുന്നതിലും കാര്യമുണ്ട്. ചുമ്മാ ഉള്ള സാധനമൊക്കെ മേടിച്ച് കാശ് കളഞ്ഞു. കിളിക്കുമ്പോഴത്തേക്കും നടണം. അല്ല, മുന്ന് കഴിയുമ്പോൾ അരിക്കഴിയുമ്പോൾ ചീഞ്ഞു പോകും. പിന്നെ കുറച്ച് 12 മണിക്കൂർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിക്കഴിഞ്ഞ് ഇടാൻ പാടില്ല. ഞാൻ സംസാരിച്ചവരെല്ലാവരും എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് തന്നത്. കൂടാതെ എനിക്ക് ഗിഫ്റ്റായിട്ട് കുറച്ച് തൈകളും കിട്ടി. പക്ഷേ സ്റ്റിൽ എനിക്കിപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് ഡൗട്ടായിരുന്നു. സോ ഐ ആസ്ക്ഡ് ജെമിനി. ഞാൻ കൃഷി തുടങ്ങാൻ പോവുകയാണ്. ഞാൻ കുറച്ച് പച്ചക്കറി വിത്തും ഗ്രോ ബാഗും ഒരു 2 കിലോ ഫെർട്ടിലൈസറും ഒരു 4 കിലോ കൊക്കോപീറ്റും മേടിച്ചിട്ടുണ്ട്. എന്താണ് ഞാൻ ആദ്യം ചെയ്ത് തുടങ്ങേണ്ടത്? ആദ്യം കൊക്കോപീറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. അതിനുശേഷം അത്യാവശ്യം വളവും മണ്ണും ചേർത്ത് ഗ്രോ ബാഗിൽ നിറയ്ക്കണം. ഇനി വിത്തുകൾ നടാം. ഐ വിൽ ഡു ഇറ്റ് മൈ വേ. എ ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. ജെമിനി പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കോപീറ്റ് നമ്മൾ ആദ്യം എടുത്ത് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം അത് ഉണക്കിയെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് കംപ്രസഡ് ഫോമിലായതുകൊണ്ട് തന്നെ ഇത് പൊട്ടിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ ഡിഡ് ദിസ്. അവസാനം എൻ്റെ പരിശ്രമം വിജയം കണ്ടു. അതെല്ലാം പൊളിഞ്ഞു വന്നു. എനിക്ക് ആവശ്യമുള്ള സാധനം മാത്രം എടുത്തിട്ട് ഞാൻ ബാക്കി മാറ്റി വെച്ചു. അതുമല്ല, ഇത് കുറച്ചെടുത്താൽ മതിയാവും. കാരണം എന്ന് വെച്ചാൽ ഇത് വെള്ളം ഒഴിച്ച് കഴിയുമ്പം ഇത് വികസിച്ച് വരും. കുറച്ച് കൊതുകടി കൊണ്ട് എന്താ സംഭവം സക്സസ് ആയി. ഇതിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണം. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതുകൊണ്ട് ഒരാൾ അവിടെ ഇരുന്ന് കൗതുകത്തോടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എന്താ വെല്ലുവിളിച്ചിട്ട് വന്ന് നോക്കിയിരിക്കുവാണോ വിജി? ഞാൻ കൃഷി നടത്തുമേ. അതെ, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. കൊക്കോപീറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയും നമ്മളിത് ഒരു 7-8 മണിക്കൂർ വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കണം. അങ്ങനെ ഞെക്കി അവൻ്റെ ആത്മാവ് വരെ പുറത്തെടുത്തതിന് ശേഷം നിങ്ങൾ കണ്ട അത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ കൃഷിയുടെ ആരാധകർ വന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഉണക്കാനിടുക എന്നൊരു പ്രോസസ്സാണ്. ഇത് ഉണക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് മണ്ണും അതുപോലെ ഫെർട്ടിലൈസറും ഒക്കെ ചേർത്തിട്ടേ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇനി ഉണങ്ങിക്കിട്ടുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണം. അതുപോലെ അടുത്ത എപ്പിസോഡിനായിട്ട് നിങ്ങളും വെയിറ്റ് ചെയ്യും.